Cosmos Triveni, Abhimanya Primatios Triveni, മറ്റ് ബഹുമാനിയായ വൈദികരെ, ഭക്തജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ സ്മരിക്കുന്നു. പൗക്കര സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളി അതിൻ്റെ കൂതാശയോടനുബന്ധിച്ച് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ അത് സ്വീകരിച്ചത്. കാരണം എനിക്ക് വളരെ ചെറുപ്പനാൾ മുതൽ തന്നെ ഈ പള്ളി അറിയാം. കാരണം എൻ്റെ കുടുംബ വീട്ടിലേക്ക് പോകുന്ന വഴികളുടേതാണ്. അപ്പം ചെറുപ്പകാലത്ത് വൈകുന്ന കാലത്ത് അവധിക്കാലത്തൊക്കെ ഇവിടെ വന്ന് ബന്ധുക്കളോടൊപ്പം താമസിക്കാറുണ്ട്. അന്നൊക്കെ ഈ പള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴെല്ലാം കാണാനും ഇവിടെ അതിനുശേഷം പല പരിപാടികൾക്ക് വേണ്ടി സ്വകാര്യ ചടങ്ങുകൾക്ക് വേണ്ടി വരാനും എനിക്ക് സാധിച്ചു. ഞാൻ ഇതിനുള്ള സന്തോഷപൂർവ്വം അത് സംബന്ധിച്ചു. പക്ഷേ അത് കഴിഞ്ഞ് എനിക്ക് വളരെ അസൗകര്യമുള്ള ഒന്നായിട്ട് മാറി. കാരണം കാലം ചെയ്ത നമ്മുടെ ബാബാ തിരുമേനിയുടെ 50ാം ശതമാനം ബാബാ തിരുമേനിയുടെ ഇടവക പള്ളിയിൽ വെച്ച് കിട്ടുന്നു. അപ്പോൾ അതിനോട് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞിട്ടൊന്നും അത് ചെയ്തിട്ടില്ല. നിർബന്ധമായിട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വരാമെന്ന് സമ്മതിച്ചു. ഏതാണ്ട് ഒരേ സമയത്താണ്. ശരിക്കും സാധാരണ ഒരു സമ്മേളനത്തിൽ താമസിച്ചില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ടെൻഷനുള്ളതാണ്. പക്ഷെ ഇവിടെ എനിക്ക് ടെൻഷനില്ല. കാരണം എന്ന് വെച്ചാൽ അവരോട് പറഞ്ഞ് ഞാൻ വരാം, എപ്പം വരുമെന്നുള്ളത് തീരുമാനിക്കുന്ന അത്താഴ്ചത്തിൽ അതുകൊണ്ട് ഞാൻ അവിടെ ചെല്ലുമെന്ന് അവർക്കറിയാം. ഞാൻ അവിടെ ചെല്ലുകയും ചെയ്യും. പക്ഷെ അല്പം താമസിച്ച് എന്നാൽ ഞാനല്ല കുറ്റക്കാരൻ. ഞാൻ പറഞ്ഞതുകൊണ്ട് ടെൻഷനൊന്നും ഇല്ലാതെയാണ് ഞാൻ പോകുന്നത്. എനിക്ക് വളരെയേറെ അടുപ്പമുള്ള തിരുമേനിയാണ് തിരുമേനി. അദ്ദേഹം ഞാനുമായിട്ടുള്ള ഒരു ബന്ധം അതിനെ സംബന്ധിച്ചുകൂടെ പറയുകയുണ്ടായി. തിരുമേനി മറന്നിട്ടില്ലായിരിക്കാം, പക്ഷെ എനിക്ക് വേറൊരു ബന്ധം കൂടി ഉണ്ട്. കാരണം ഞാൻ ധനകാര്യ മന്ത്രിയായിരുന്ന സമയത്ത് പന്തളത്തിനടുത്ത് കൊളനട വെച്ച് ഞാനൊരു എൻ്റെ കാറൊരു അപകടത്തിൽ വിട്ടു. ഏറ്റവും ഇടത്തെ സൈഡിൽ കൂടിയാണ് വണ്ടി പോകേണ്ടത്. ഇടത്തെ സൈഡിൽ കൂടെ പോയി, എന്നിട്ടും എതിരെ വലത്തെ സൈഡിൽ കൂടെ പോകേണ്ട വണ്ടി ഈ കാറിന് നേരെ വരിക. അപ്പം ഡ്രൈവർ കൊണ്ട് ഓടയിലേക്ക് ഇറക്കി. എന്നിട്ടും ഈ വലത്തെ സൈഡിൽ കൂടെ പോയ മിനി ലോറി വന്ന് എൻ്റെ കാറിനെ പിടിച്ചു. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക ഞാൻ. അതുകൊണ്ട് ഞാൻ കൈ പിടിച്ചു. അതുകൊണ്ട് എനിക്ക് മറ്റോകാനും പറ്റിയില്ല, കൈ അങ്ങ് ഒടിഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി, ഒരു വിധത്തിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കാണുന്ന തിരുമേനിയാണ്. തിരുമേനി തന്നെ കാർ ഓടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. എന്നോട് പറഞ്ഞു കാറിലോട്ട് കയറിക്കോളാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് തിരുമേനിയുടെ കാറിലോട്ട് കയറി. തിരുമേനിയാണ് ഓടിക്കുന്നത്, സൈഡിലിരുന്നു. അപ്പം ഒരു പരിചയവുമില്ലാത്ത ഒരാളുടെ ഈ ഫ്രണ്ട് സീറ്റിലേക്ക് കയറാൻ പറഞ്ഞു. ആ സമയത്ത് ഒരാളോട് കയറരുതെന്ന് പറയാൻ പറ്റുമോ? പിന്നെ അതുമല്ല, ഇനി ഈ തിരുമേനിയുടെ കാറിൽ തന്നെ പുറകിലിരിക്കുന്ന ആളായിരുന്നോ എന്നൊന്നും എനിക്കറിയത്തില്ല. ബാക്കിയുള്ളവർ പുറകിലും കയറി തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ ആക്കി എന്നെ അവിടെ വെച്ച് ഒരു ചെറിയ പ്രാഥമിക ശുശ്രൂഷയൊക്കെ തന്ന് പന്തളം NSS മെഡിക്കൽ പിന്നെ ഹോസ്പിറ്റലിലേക്ക് വിട്ടു. അവിടത്തേക്ക് ഈ പോലീസൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കൂടെ കയറിയ ആളിനെ കുറിച്ച് തിരക്കായി. അപ്പം കൂടെ കയറിയ ആളിനെ കാണുന്നില്ല. പിന്നീടാണ് പോലീസ് തിരക്കേച്ച് വന്നേച്ച് പറഞ്ഞു, എൻ്റെ കാറിനിട്ടിടിച്ച മിനി ലോറിയുടെ ഡ്രൈവറാണ് ഇതെ കയറിയെന്ന് പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് അവിടുന്ന് രക്ഷപ്പെടാൻ ഇതല്ലാതെ വേറൊരു ഒന്ന് തിരുമേനി ഓടിക്കുന്നു, രണ്ട് ഞാൻ മന്ത്രിയാണ്. ഞങ്ങൾ രണ്ടുപേരും ഒന്നും ചെയ്യത്തില്ല. അപ്പം എന്താണെന്ന് അറിയാതെ അദ്ദേഹം ഇവിടെ എൻ്റെ കൂടെ കയറി ആശുപത്രി വന്നതിന് ശേഷം ആളൊക്കെ മറിയുകയും ചെയ്യും. അപ്പം അങ്ങനെ ഒരു ബന്ധം ഉപയോഗിക്കുകയാണ്. ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിലൊന്നും മുതിരുന്നില്ല. അവിടുത്തെ പരിപാടി കഴിയുന്നതിന് മുമ്പെങ്കിലും ഇവിടെ ചെല്ലണം എനിക്ക് ആഗ്രഹമുണ്ട്. ഈ ദേവാലയം കുറിക്കപ്പെടുന്നത് വളരെ മനോഹരമായ ഒന്നായി തീർന്നിരിക്കുന്നു. അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും, ഈ ഇടവക്കാർക്കെല്ലാം അഭിമാനിക്കാൻ വകയുണ്ട്. നിങ്ങളുടെ ആത്മാർത്ഥതയുടെയും നിങ്ങളുടെ ആ വലിയ ആഗ്രഹത്തിൻ്റെയും പ്രതിഫലമായിട്ടാണ് ഇത്രയും ഒരു നല്ല നിലയിൽ പൂർത്തിയാക്കാൻ സാധിച്ചത് മനസ്സിലാക്കുന്നു. ഈ ഇടവകയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് അതുകൊണ്ട് ഞാൻ തിരുമേനിമാരുടെ അനുമതിയോടുകൂടി എന്നെ പോകാൻ അനുവദിക്കണം എന്ന്